Good morning, students. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള അഗ്രിഗേറ്റ് പ്ലാനിങ്ങിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്റ്റോക്ക് ലെവൽ. അപ്പോൾ അർത്ഥം തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കമ്പനിയിലെ റോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ മറ്റ് കമ്പോണൻസോ അല്ലെങ്കിൽ നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് ഇതിനൊക്കെ നമ്മൾ സ്റ്റോക്ക് എന്ന പേരിൽ നമുക്ക് വിശേഷിപ്പിക്കുന്നത് കമ്പനികളുടെ കാഴ്ചപ്പാടിൽ കൂടെ പറയുമ്പോൾ. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകളെ നമ്മൾ അതിൻ്റെ ഒരു ലെവലുകളെയാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്റ്റോക്ക് ലെവൽ ചെയ്യുന്നത്, സ്റ്റോക്കുകളുടെ ലെവൽ നമ്മൾ വയ്ക്കുന്നത് 4 തരത്തിലായിട്ട് നമ്മൾ നിർത്തുന്നുണ്ട്. ഒന്ന് മിനിമം ലെവല്, മാക്സിമം ലെവല്, ഡേഞ്ചർ ലെവല്, ആവറേജ് ലെവല്. അപ്പോൾ നമുക്കിത് 4 നമുക്ക് ഓരോന്നും നമുക്ക് വിശകലനം ചെയ്ത് നോക്കാം. അപ്പോൾ ലെവൽ ഓഫ് സ്റ്റോക്കുകൾ എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ നമുക്ക് അത് അറിയാം. കാരണം നമുക്ക് സ്റ്റോക്ക് കറക്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കും, സെയിൽസ് കൃത്യമായിട്ട് നടന്നു തീർക്കാനായിട്ട് പറ്റും, ബുദ്ധിമുട്ടുകളൊന്നും വരാതെ എഫിഷ്യൻ്റായിട്ട് പ്രൊഡക്ഷൻസ് നമുക്ക് നടത്താനായിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പ്രോഡക്റ്റ് ഉണ്ടാവുന്നു, പ്രൊഡക്ഷൻ നടക്കുന്നു, അല്ലേ, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നീങ്ങിപ്പോയിക്കോളും. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ സ്റ്റോക്കിൻ്റെ ലെവലിനെ കുറിച്ച് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് ആസ് എ കമ്പനി പേഴ്സൺ. ഓക്കെ, നമുക്കത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 4 ആദ്യം ഫസ്റ്റ് വൺ മിനിമം ലെവൽ. മിനിമം ലെവൽ പറയുന്നത് എന്താണ്? മിനിമം ലെവൽ ഓഫ് സ്റ്റോക്ക് റെഫേഴ്സ് ടു ദ മിനിമം ക്വാണ്ടിറ്റി ഓഫ് ഇൻവെൻട്രി ദാറ്റ് ഷുഡ് ബി ഓൾവേസ് മെയിൻറ്റെയിൻഡ് വിത്തിൻ ദ ബിസിനസ് പ്രിമൈസസ്. അപ്പോൾ ഒരു മിനിമം ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളിവിടെ മിനിമം ലെവലിൽ ആദ്യം തന്നെ പറയുന്നത്. കമ്പനിയുടെ അല്ലെങ്കിൽ ആ ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ ഇത്രത്തോളം സ്റ്റോക്കുകൾ നമ്മൾ ഒരു മിനിമം ലെവൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടാണ് ഇവിടെ ആദ്യം പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് ദ സേഫ്റ്റി ലെവൽ ഓർ പ്രിക്കോഷണറി ലെവൽ ഓഫ് ഇൻവെൻട്രി ആസ് ദിസ് ക്വാണ്ടിറ്റി ഈസ് മസ്റ്റ് ടു ബി മെയിൻറ്റെയിൻഡ് ഓൾവേസ് ടു കീപ് ദ ഓർഗനൈസേഷൻ ഫങ്ഷനിങ്. അപ്പോൾ ഒരു സേഫ്റ്റി ലെവലാണ്. അപ്പോൾ ഇവിടം വരയ്ക്ക് എത്തിപ്പെടുമ്പോഴേക്കും നമ്മളൊന്ന് കരുതലാവാനായിട്ട് തുടങ്ങണം. അടുത്തൊരു ഓർഡർ വയ്ക്കണോ, അടുത്തൊരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പോകണോ എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു കരുതൽ നമുക്ക് എടുക്കാനായിട്ട് തുടങ്ങാൻ പറ്റും. അപ്പോൾ ഒരു സേഫ്റ്റി ലെവലാണ്. ഓക്കെ, അതാണ് മിനിമം ലെവൽ. മാക്സിമം ലെവൽ പറഞ്ഞാൽ എന്താണ് നമുക്ക് ഇതിനടുത്ത് നോക്കാം. Maximum level of stock refers to the maximum quantity of inventory a firm can hold and cannot exceed this level. അതായത് അങ്ങേയറ്റം എത്രത്തോളം നമ്മുടെ കമ്പനിയിൽ നമുക്ക് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതിനെയാണ് മാക്സിമം ലെവൽ എന്നുള്ള പേരിൽ നമ്മളിവിടെ വിശേഷിപ്പിക്കുന്നത്. ഇത് മാക്സിമം ലെവൽ ഈസ് ഡിസൈഡഡ് കൺസിഡറിങ് വേരിയസ് ഫാക്ടേഴ്സ്. ചില കാരണങ്ങൾ നമ്മൾ കണക്കിലെടുത്തുകൊണ്ടാണ് മാക്സിമം ലെവൽ നമ്മൾ നോക്കാറുള്ളത്. ഏതൊക്കെയാണ് കാരണങ്ങൾ? അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ ആൻഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ്, അല്ലേ, പണം, അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി, അത് നമ്മൾ നോക്കും. റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് റോ മെറ്റീരിയൽസ്, അതായത് എത്രത്തോളമാണ് നമ്മൾ റോ മെറ്റീരിയൽസിൻ്റെ കൺസംഷൻ ഉപയോഗം നമ്മൾ കണക്കെടുക്കുന്നത്. അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ്, അതായത് നമ്മുടെ റോ മെറ്റീരിയൽസിൻ്റെ ഒരു അവൈലബിലിറ്റി. പിന്നെ ഫ്ലക്ച്വേഷൻസ് ഇൻ മെറ്റീരിയൽ പ്രൈസ്, അതായത് നമ്മുടെ മെറ്റീരിയൽസിൻ്റെ പ്രൈസിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ. പിന്നെ പോസിബിലിറ്റി ഓഫ് ഫാഷൻ ചേഞ്ച്, അതായത് എന്താണ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്നുള്ളതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് മാക്സിമം ലെവൽ നമ്മൾ സാധാരണഗതിയിൽ കമ്പനിക്കാർ കീപ്പ് ചെയ്യാറ് അല്ലെങ്കിൽ നോക്കാറ്. കാരണം അതിലപ്പുറം എന്തായാലും ഇനി കമ്പനിക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതാണ് മാക്സിമം ലെവൽ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കാരണങ്ങളാണ് അതിന് പ്രധാനമായിട്ടും അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. മാക്സിമം ലെവൽ അല്ലെങ്കിൽ അത് നിലനിർത്താനായിട്ട് കമ്പനിക്കാരെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് ചെയ്യുന്നത്. അടുത്തത് ഡേഞ്ചർ ലെവൽ. ഡേഞ്ചർ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേഞ്ചർ ലെവൽ ഈസ് വൺ വേർ ദ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ ഈസ് ടെമ്പററിലി സ്റ്റോപ്ഡ്. ഇറ്റ് ഈസ് ആൻ അലാമിംഗ് സിറ്റുവേഷൻ ഫോർ ദി ഓർഗനൈസേഷൻ ആൻഡ് ഷുഡ് ഓൾവേസ് ബി അവോയ്ഡഡ്. If a stock level approaches danger level which is below a minimum level, management should take immediate action to acquire more stock എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഡേഞ്ചർ ലെവലാണിത്. ഈ ഒരു നമ്മുടെ സ്റ്റോക്കുകളുടെ കാഴ്ചപ്പാടിൽ കൂടെ പറയുമ്പോൾ മിനിമത്തിനേക്കാട്ടിലും താഴെ ഇറങ്ങി വന്നു നമ്മുടെ, അതായത് സേഫ്റ്റി ലെവലും കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞു നമ്മുടെ സ്റ്റോക്കുകളുടെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ. അപ്പോൾ ഈ ഡേഞ്ചർ ലെവൽ എത്തിപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കമ്പനിക്കാരെ കാഴ്ചപ്പാടിൽ കൂടെ നോക്കുമ്പോൾ അത് വളരെ ഒരു അലാമിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ പേടിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് നിന്ന് പോകാം, മെറ്റീരിയൽസ് ഇല്ലാണ്ട് പ്രൊഡക്ഷൻ നിന്ന് പോകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്, ഡേഞ്ചർ ലെവൽ. പിന്നെ പറയുന്നതാണ് ആവറേജ് സ്റ്റോക്ക്.
ആവറേജ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിനിമത്തിനും മാക്സിമം ലെവലിനും ഇടയിൽ വരുന്നതാണ് ആവറേജ് സ്റ്റോക്ക്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആവറേജ് സ്റ്റോക്ക് ലെവൽ refers to the average quantity of stock held by companies for a given period of time. It offers a balanced solution and therefore is calculated and maintained by many firms. എന്താണ് പറയുന്നത്? It offers a balanced solution and is calculated and maintained by many firms. അപ്പോൾ ഇതൊരു ബാലൻസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഈ ആവറേജ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, മിനിമവും അല്ല മാക്സിമവും അല്ല, അതിൻ്റെ ഇടയിൽ ഒരു ബാലൻസ് ആയ രീതിയിൽ നിൽക്കുന്നതാണ് ആവറേജ് സ്റ്റോക്ക്. ഇനി നമുക്ക് ഈ മേൽ പറഞ്ഞ ഓരോ സ്റ്റോക്കുകളിലും നമുക്ക് ഫോർമുലാസ് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് ഇത് കണക്കെടുക്കുന്നത്? മിനിമം ലെവൽ എങ്ങനെയാണ് കണക്കെടുക്കുന്നത്? റീ ഓർഡർ ലെവൽ മൈനസ് ആവറേജ് യൂസേജ് ഇൻറ്റു ആവറേജ് ലീഡ് ടൈം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്കെടുക്കുന്ന ഒരു ഫോർമുല. അതായത് റീ ഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത് എന്താണ്? അടുത്ത നെക്സ്റ്റ് ഓർഡറിങ്ങിൻ്റെ കാര്യമാണ് റീ ഓർഡർ ലെവലിൽ പറയുന്നത്. അപ്പോൾ അടുത്തത് എപ്പോഴാണ് നമ്മൾ, അല്ലെങ്കിൽ അടുത്ത എത്രയാണ് ഓർഡർ ചെയ്യുന്നത്, അത് മൈനസ് എന്താണ്? ആവറേജ് യൂസേജ് ഇൻറ്റു ആവറേജ് ലീഡ് ടൈം. എത്രത്തോളമാണ് ആവറേജ് ശരാശരി നമ്മൾ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ശരാശരി എത്രത്തോളം സമയമെടുക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത്. പിന്നെ പറയുന്നത് മാക്സിമം ലെവൽ. മാക്സിമം ലെവൽ പറഞ്ഞാൽ എന്താണ്? റീ ഓർഡറിങ് ലെവൽ പ്ലസ് റീ ഓർഡറിങ് ക്വാണ്ടിറ്റി മൈനസ് reordering level and plus reordering quantity minus minimum consumption into minimum reordering period. ഇതാണ് അതിൻ്റെ ഫോർമുല ആയിട്ട് വരുന്നത്. അതായത് റീഓർഡറിങ് ലെവലും അതുപോലെ തന്നെ റീഓർഡറിങ് ക്വാണ്ടിറ്റി എത്രത്തോളമാണ് എന്നുള്ളത് രണ്ടും നമ്മൾ കൂട്ടിച്ചേർക്കുന്നു. അതിൽ നിന്നും നമ്മൾ നമ്മുടെ മിനിമം ആയിട്ടുള്ളൊരു കൺസംഷൻ എത്രത്തോളമാണ് അതും ഗുണം മിനിമം റീഓർഡറിങ് പീരീഡ്, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആണ് നമ്മൾ ഇതിൻ്റെ ഈ മാക്സിമം ലെവൽ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ പറയുന്നതാണ് ആവറേജ് സ്റ്റോക്ക് ലെവൽ. ആവറേജ് സ്റ്റോക്ക് ലെവൽ പറയുന്നത് എങ്ങനെയാണ്? ആവറേജ് സ്റ്റോക്ക് ലെവൽ ഈക്വൽസ് മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് 1/2 ഓഫ് റീഓർഡർ ക്വാണ്ടിറ്റി. മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് 1/2, അതായത് ഹാഫ് ഓഫ് ദ റീഓർഡറിങ് ക്വാണ്ടിറ്റി. അതാണ് ആവറേജ്. ഡേഞ്ചർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ആവറേജ് കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് ഫോർ എമർജൻസി പർപ്പസ്. ആവറേജ് കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡറിങ് പീരീഡ് ഫോർ എമർജൻസി പർപ്പസ്. അപ്പോൾ ഇതാണ് ഡേഞ്ചർ ലെവൽ പറയുന്നത്. അപ്പോൾ ആവറേജ് കൺസംഷൻ എത്രയാണ്, അത് ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് എത്ര എടുക്കും, സമയം എത്ര എടുക്കും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഡേഞ്ചർ ലെവലിൽ വരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ഈ ഓരോ ലെവലുകളിലെയും ഉള്ള കാൽക്കുലേഷൻ എന്തുകൊണ്ടാണ് നമ്മൾ തന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം. നമുക്കൊരു ഊഹം പോലെ പറയാൻ പറ്റില്ല ഒരിക്കലും, അല്ലേ? സ്റ്റോക്കുകളുടെ കാര്യത്തിൽ ഒരിക്കലും നമുക്കൊരു ഊഹം പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടാവണം, ഇത്ര ആവുമ്പോൾ മിനിമം ലെവലായി, ഇതാണ് നമ്മുടെ മാക്സിമം ലെവല്, ഇതാണ് നമ്മുടെ ആവറേജ് ലെവല്, ഇത്രയും ലോവസ്റ്റായിട്ട് പോയി കഴിയുമ്പോൾ ഈ ഒരു പോയിന്റ് എത്തുമ്പോഴാണ് നമ്മുടെ ഡേഞ്ചർ ലെവൽ എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നമുക്കവിടെ ലഭിക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റീഓർഡറിങ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? റീഓർഡറിങ് ലെവൽ ഈസ് എ പോയിന്റ് അറ്റ് വിച്ച് ദ കമ്പനി ഷുഡ് സ്റ്റാർട്ട് എ ന്യൂ മാനുഫാക്ചറിങ് റൺ ഓർ പ്ലേസ് എ ന്യൂ ഓർഡർ വിത്ത് ദ സപ്ലയർ ടു പ്രൊക്യൂർ മെറ്റീരിയൽസ്. അപ്പോൾ എന്തോടെ പറയുന്നത്? ഈസ് എ പോയിന്റ് അറ്റ് വിച്ച് കമ്പനി ഷുഡ് സ്റ്റാർട്ട് എ ന്യൂ മാനുഫാക്ചറിങ് റൺ ഓർ പ്ലേസ് എ ന്യൂ ഓർഡർ. പുതിയൊരു മാനുഫാക്ചറിങ് ആരംഭിക്കുകയോ അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മൾ സ്റ്റോക്ക് റീഓർഡർ ചെയ്യാൻ പോകുന്ന ഒരു ലെവലാണ് ഈ റീഓർഡറിങ് ലെവൽ എന്നുള്ള പറയുന്നത്. ഇറ്റ് ഈസ് ഇൻ സിമ്പിൾ വേർഡ്സ് ഇറ്റ് ഈസ് എ ലെവൽ അറ്റ് വിച്ച് പർച്ചേസ് ഓർഡർ ഈസ് പ്ലേസ്. പുതിയൊരു പർച്ചേസ് ഓർഡർ നമ്മൾ കാഴ്ചവെക്കുന്ന ഒരു സമയമാണ് ഈ ഒരു റീഓർഡറിങ് ലെവൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലെവൽ ദാറ്റ് ഫിക്സ്ഡ് ഇൻ ബിറ്റ്വീൻ മിനിമം ആൻഡ് മാക്സിമം ലെവൽ, റീഓർഡറിങ് ലെവൽ. അപ്പോൾ ആ നേരമാകുമ്പോൾ നമ്മളൊരു പ്രിക്കോഷനായിട്ട് തുടങ്ങേണ്ട സമയമായി തുടങ്ങി. ഓക്കെ, പിന്നെ പറയുന്നതാണ് ഐഡൻറ്റിഫൈയിങ് ദ റൈറ്റ് റീഓർഡർ ലെവൽ ഈസ് എ മസ്റ്റ് ടു അവോയ്ഡ് എനി അണ്ടർ സ്റ്റോക്കിംഗ് ഓർ ഓവർ സ്റ്റോക്കിംഗ്. അപ്പോൾ നമുക്ക് റീഓർഡർ ലെവൽ നമുക്ക് അറിയാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് വാങ്ങി കൂട്ടാണ്ടോ അല്ലെങ്കിൽ നമുക്ക് കുറവായിട്ട് വാങ്ങാതിരിക്കുകയോ ചെയ്യാണ്ട് നമ്മൾ കൃത്യമായിട്ട് നമുക്കൊരു ബാലൻസ്ഡ് വേയിൽ കൊണ്ടുപോകാനായിട്ട് റീഓർഡർ ലെവലിൽ നമുക്ക് സഹായിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്കാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അഥവാ EOQ.
EOQ is the ideal order quantity at a company that should purchase to minimize inventory cost such as holding cost, shortage cost and order cost. അപ്പോൾ ഏറ്റവും മിതത്വത്തിലുള്ള അല്ല മിനിമൈസ് ചെയ്യുക, അതായത് നമ്മുടെ കോസ്റ്റിനെ പരമാവധി ചുരുക്കി കൊണ്ടുവരിക. ഓക്കെ, അതായത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. കാരണം കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടുക എന്ന് പറയുന്നത് ചിലവുകളാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം, എ കമ്പനി ഷുഡ് പർച്ചേസ് ടു മിനിമൈസ് ഇൻവെൻട്രി കോസ്റ്റ് അല്ലേ. നമുക്ക് വെറുതെ കുറേ വാരിക്കൂട്ടി പൈസ ചിലവാക്കി നമുക്ക് വെക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഇവിടെ ഏറ്റവും ചുരുങ്ങിയ ലെവലിലേക്ക് നമ്മൾ പൈസ ചിലവാക്കുന്നതിൽ നമ്മൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും ഈ ഒരു എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ. കാരണം നമ്മളിവിടെ ഹോൾഡിംഗ് കോസ്റ്റും ഷോർട്ടേജ് കോസ്റ്റും ഓർഡർ കോസ്റ്റും എല്ലാ കോസ്റ്റുകളും നമ്മൾ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ വിലയിരുത്തുന്നത്. ഓക്കെ, കാരണം ഈ ഒരു പരിപാടി, ഈ ഒരു എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പൈസയ്ക്ക് അതായത് അനാവശ്യമായ പൈസ സ്പെൻഡിങ് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ഒരു കമ്പനിയിലെ ഇൻവെൻട്രിക്ക് അധികമായിട്ട് നമുക്ക് പൈസ ചിലവോ അല്ലെങ്കിൽ അധികമായിട്ട് നമുക്ക് വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കില്ല, ഇതൊന്നും അവിടെ വരുന്നില്ല. ഒരു ഫീസിബിൾ ആയിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഓർഡേഴ്സ് നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ EOQ പ്രധാനമായിട്ടും കമ്പനികളിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നോക്കാം, EOQ എന്ന് പറയുന്നത് 1913 ഫോർഡ് W. ഹാരിസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിനാദ്യമായിട്ട് തുടക്കം കുറിക്കുന്ന വ്യക്തി. പിന്നെ പറയുന്ന നോക്കൂ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈസ് എ കമ്പനീസ് ഓപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി ദാറ്റ് മിനിമൈസസ് ഇറ്റ്സ് ടോട്ടൽ കോസ്റ്റ് റിലേറ്റഡ് ടു ഓർഡറിങ്, റിസീവിങ് ആൻഡ് ഹോൾഡിംഗ് ഇൻവെൻട്രി. എന്താണ് പറയുന്നത്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈസ് എ കമ്പനീസ് ഓപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി അല്ലേ, അതായത് കൃത്യമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഓർഡർ ക്വാണ്ടിറ്റി ആണ്. അത് നമ്മുടെ ടോട്ടൽ കോസ്റ്റിനെ വളരെ കൃത്യമായിട്ട് നമുക്കത് കുറച്ച് കൊണ്ടുവരുന്നു. മാത്രവുമല്ല നമ്മുടെ ഓർഡറിങ്, റിസീവിങ് ആൻഡ് ഹോൾഡിംഗ് ഇൻവെൻട്രി എന്നുള്ള കാര്യങ്ങളിലൊക്കെ അതിനുള്ള ചിലവുകളൊക്കെ കൃത്യമായിട്ട് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം ഇവിടെ നമ്മൾ നോക്കുന്നത്, കമ്പനിയുടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നോക്കുന്നത്. കാരണം ഇതെല്ലാം നമുക്ക് ചിലവുകളാണ് അല്ലേ. സോ ഇവിടെ പറയുന്നതാണ്, EOQ ഫോർമുല ഈസ് ബെസ്റ്റ് അപ്ലൈഡ് ഇൻ സിറ്റുവേഷൻസ് വേർ ഡിമാൻഡ്, ഓർഡറിങ് ആൻഡ് ഹോൾഡിംഗ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ് ഓവർ ടൈം. നമ്മുടെ മാർക്കറ്റിലെ ഡിമാൻഡ് ഒരുപോലെ നിൽക്കുന്നു, ഓർഡറിങ്ങിൻ്റെ ലെവൽ ഒരുപോലെ നിൽക്കുന്നു, അതുപോലെ തന്നെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതിനുള്ള ചിലവുകളും നമ്മൾ ഒരുപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിന്ന് പോകുമ്പോഴാണ് EOQ കുറച്ചും കൂടി പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആവുക എന്നിവിടെ പറയുന്നുണ്ട്. ഇവിടെ EOQയുടെ ഫോർമുല നോക്കൂ, 2 into ആനുവൽ ഡിമാൻഡ് ഇൻറ്റു ഓർഡറിങ് കോസ്റ്റ് ബൈ ഹോൾഡിംഗ് കോസ്റ്റ്. അതാണ് ഇവിടെ പറയുന്നൊരു ഫോർമുല. EOQ ഈക്വൽസ് 2 times into annual or demand and into ordering cost by holding cost. ഇതാണ് EOQയുടെ ഫോർമുല വരുന്നത്. ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം സ്റ്റോക്ക് താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ അത് നമ്മൾ ഓർഡർ ചെയ്യാനുള്ള കോസ്റ്റിലേക്ക് നീണ്ട് പോകുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ കമ്പനിയിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന കോസ്റ്റ് എത്രത്തോളം നമുക്കത് ഹോൾഡിങ് കൂട്ടി കൊണ്ടുപോവുകയാണ് നമ്മൾ. കാരണം നമുക്കിനി പ്രൈസിനൊരു ഏറ്റക്കുറച്ചിൽ വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഹോൾഡിങ്ങും ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഉണ്ടാവും, അതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. കാരണം കോസ്റ്റ് എന്തായാലും ഓർഡർ ചെയ്യുന്നത് കോസ്റ്റ് വന്നിട്ട് കുറഞ്ഞ് വരും. കാരണം വാങ്ങിക്കഴിയുമ്പോൾ പിന്നെ അവിടെ നിന്ന് അടുത്ത ഇത് വരുന്ന വരയ്ക്കും നമ്മൾ ഇറ്റ് ഈസ് ഡിപ്രീഷിയേറ്റിംഗ് അല്ലേ, അതിങ്ങനെ താഴ്ന്ന് പോകും. നമ്മളിപ്പോൾ 100 സ്റ്റോക്ക് വാങ്ങി വെച്ചു, പിന്നെ അത് നമ്മൾ ഉപയോഗിച്ച് പോകും തോറും അത് താഴത്തേക്ക് ഇറങ്ങി വരും. കാരണം നമുക്ക് അടുത്ത ഓർഡർ ചെയ്യേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ടാവും. അറ്റ് ദ സെയിം ടൈം തന്നെ നമ്മൾ കമ്പനിയിൽ നമ്മൾ സ്റ്റോക്കുകൾ കുറച്ചായിട്ട് ഹോൾഡ് ചെയ്തും വെക്കുന്നുണ്ടാവും. ഇത് രണ്ടും കൂടി ഇൻറ്റർസെക്റ്റ് ചെയ്യും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ. അതാണ് ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ആ ഒരു മൊമെൻ്റ് എത്തുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടും, യെസ് അടുത്തത് നമുക്ക് എടുക്കേണ്ട സമയമായി എന്നുള്ളത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. സോ ദിസ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് stock level and economic order quantity. Thank you.